ഹായ് ഹലോ, SRP ദി മലുവിന്റെ പുതിയൊരു ബിഗ് ബോസ് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോ ലാലേട്ടൻ വന്നുപോയി 2 ദിവസത്തെ എപ്പിസോഡുകളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോ വേറെ എവിക്ഷൻ കൂടി ഉണ്ടാവുന്ന ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്കിലും നമുക്കറിയാം, തുടക്കത്തിലൊന്നും ഒരിക്കലും 2 എവിക്ഷൻ ഒരാഴ്ചയിൽ നടത്താൻ സാധ്യതയില്ല എന്നുള്ള കാര്യം പലർക്കും അറിയാം. അപ്പൊ എങ്കിലും ചെറിയൊരു കൺഫ്യൂഷനൊക്കെ കൊടുത്തു. ശൈത്യ പോയേക്കുമോ എന്നൊരു കൺഫ്യൂഷനൊക്കെ ചെറുതായിട്ട് കൊടുത്തു. എന്നിട്ട് സേവായി. ഓക്കെ, അപ്പം അടുത്ത നെക്സ്റ്റ് പുതിയ ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തു. ആര്യനായിരുന്നു പുതിയ ക്യാപ്റ്റൻ. ഒരു 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 തണുത്ത ക്യാപ്റ്റൻസിയാണ് നമ്മൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ കണ്ടത്. ആദ്യ ദിവസം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു തണുത്ത ക്യാപ്റ്റൻസിയാണ്. ഒരു ക്യാപ്റ്റൻ നിലയിലുള്ളൊന്നുമില്ല. പുള്ളി പഴയ ആ ഒരു ജോലി ടൈപ്പിലാണ് നിൽക്കുന്നത്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു. അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട് ഹൗസിനകത്ത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെ ആദ്യത്തെ 2 ആഴ്ചയിൽ കണ്ട, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ കണ്ട പൊട്ടിത്തെറിയായിട്ട് ഭയങ്കരമായിട്ട് കയറുന്ന പലരെയും നമുക്കിപ്പൊ കാണാൻ പോലും സാധിക്കുന്നില്ല സ്ക്രീനിൽ. അല്ലെങ്കിൽ സ്ക്രീൻ ക്യാമറ എല്ലാം ഒപ്പിയെടുത്തോണ്ടുന്ന, എല്ലായിടത്തും സ്ക്രീൻ പ്രസൻസ് ഒപ്പിച്ചുകൊണ്ടിരുന്ന ആളിനെ ഇപ്പൊ നമുക്ക് ക്യാമറയിൽ കാണാൻ കൂടിയില്ല. അങ്ങനെ ഒരാൾ അതിനകത്ത് ഉണ്ടോ എന്ന് പോലും നമുക്കിപ്പോ അറിയാൻ പറ്റുന്നില്ല. അപ്പോ ഇതൊക്കെയാണ് ഗെയിം. എവിടെ എന്ത് മാറി മറിയുന്നുള്ള കാര്യം നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് അതിലോട്ട് വരാം നമുക്ക്. അപ്പൊ നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് പുതിയ ക്യാപ്റ്റൻസ് പറഞ്ഞു. ആര്യനാണ് വളരെയധികം ശോകമായിട്ടുള്ള ക്യാപ്റ്റൻസിയാണ്. ഇപ്പൊ കിച്ചൺ ടീം നടക്കുന്നുണ്ട്. നമ്മുടെ നെവിൻ ആൻഡ് നമ്മുടെ അപ്പാനി ഒക്കെയാണ് കിച്ചൺ ടീമിലുള്ളത്. അപ്പൊ അതിനകത്തും കുറെ പ്രശ്നങ്ങളുണ്ട്. അനുമോളുടെ കാര്യം പറയുകയാണെങ്കിൽ, അനുമോൾ ഭയങ്കരമായിട്ട് രീതിയിൽ ചേഞ്ച് ആയി, നല്ല രീതിയിൽ സംസാരിക്കുന്നു. ഒരു കാര്യം എന്ന് അപ്പാൻ ശേഖരത്തിന്റെ മുഖത്തേക്ക് വിളിച്ചെന്ന് കൂടെ കൊണ്ടുവരുന്ന ഒരു പെണ്ണിനെ നീ പുറത്തു കളഞ്ഞു. അതായത് ഉദ്ദേശിച്ച വേറെ ആരല്ല, ബിൻസിയാണ്. അത് നമുക്കും തോന്നിയാണ്. നമ്മളും പല കമന്റിലും കണ്ടതാണ്. അല്ലെങ്കിൽ ബിൻസിയെ ഭയങ്കരമായിട്ട് ശരത്ത് കൂടെ കൂട്ടി ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് എവിക്ഷൻ വന്നപ്പോൾ ബിൻസി പുറത്തോട്ട് പോകുന്നു. അപ്പം അത് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ട്രിഗർ ആയത് ശരത്തിനേക്കാളും ഉപരി ഏറ്റവും കൂടുതൽ ട്രിഗർ ആയത് ശരത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അക്ബറിനാണ്. അക്ബർ വളരെ മോശമായിട്ട് അനുവിനെ, നീ ആരാടി, നീ എന്താടി അങ്ങനെ പറയുന്നത്, ഭയങ്കരമായിട്ടൊക്കെ സംസാരിച്ചു. ഭയങ്കര രോഷമല്ലേ. അപ്പൊ അനുവിൽ ഞാൻ ഒരു കണ്ട ക്വാളിറ്റി, അനു ഓൾവേസ് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും ഭയങ്കരമായിട്ട് പ്രതികരിച്ച് അർജുൻ്റെ പോയി എവിടെയെങ്കിലും മാറിയിരുന്ന കരയിലെ കൂട്ടുകാരികളടുത്ത് ശൈത്യയൊക്കെ വിളിച്ചിട്ട് കരഞ്ഞു മെഴുകാണ് പതിവ്. ഇന്നും അത് സംഭവിച്ച കാര്യം വേറൊന്നുമല്ല. റെന ഫാത്തിമ ചുമ്മാ, റെന ഫാത്തിമ എല്ലായിടത്തും പോയി തലയിട്ട് എല്ലാവരും ട്രിഗർ ചെയ്ത്, അതൊക്കെയാണ് ഗെയിം എന്ന രീതിയിൽ അവരെ ട്രിഗർ ചെയ്യാനാണ് എന്റെ ലക്ഷ്യം. അവള് തന്നെ പറയുന്നത് ഞാൻ ട്രിഗർ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെച്യൂരിറ്റി കുറവ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് അനുവിന്റെ അടുത്ത് പോയിരുന്ന് സംസാരിച്ചു. അനു പറഞ്ഞു എനിക്ക് പോകണമെന്ന് പറയുന്നത് കേൾക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞു, എന്തൊക്കെ അവളെ ചപ്പാത്തി കളി എന്ന് അവസാനം അനുവിനെ വിളിച്ചു. അത് അനുവിന് ട്രിഗർ ആയി ഭയങ്കര പ്രശ്നമായി. പിന്നീട് അനു അവിടെ പോയിരുന്നു ആസ് യൂഷ്വൽ മോങ്ങലാണ് പതിവ്. ചപ്പാത്തി കൊച്ചു ചപ്പാത്തി കളി ഇങ്ങനെയൊക്കെയുള്ള വെറുത്തു പോയി കരച്ചിലുണ്ട്. എന്തിനു കാര്യമാണ് തിരിച്ച് സംസാരിക്കുള്ള പവർഫുൾ അടിച്ചു നിൽക്കണം, എന്തിനാ കാര്യമില്ല. പക്ഷെ അപ്പാനിയുടെ അടുത്തുള്ള ഇഷ്യൂന് ശേഷം ഭയങ്കര ബോൾഡായിട്ട് കാണപ്പെട്ടു. പക്ഷെ പിന്നീട് നോക്കിയപ്പോൾ ഇവർ അപ്പാനി പോയി കെട്ടിപ്പിടിക്കുന്നു. സോറി ചേട്ടാ, ഞാൻ സോറി പറയാം. അപ്പൊ അപ്പാനി സാരമില്ല, നീ എനിക്ക് എന്റെ പെങ്ങളെ പോലെയാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പാച്ചപ്പ് ആയതൊക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ്. അവിടെ ഒരു സ്ഥിരമായിട്ടുള്ള വൈരാഗ്യ ദേഷ്യമൊന്നും ഇല്ലെങ്കിൽ പോലും കുറെ കാര്യങ്ങൾ അത്ര പെട്ടെന്ന് പാച്ചപ്പ് വേണ്ട കാര്യമൊന്നുമില്ല. പറയാനുള്ളത് പുറത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൽ തന്നെ കുറച്ച് സ്റ്റബേണായിട്ട് നിൽക്കണം. എനിവേ അവരുടെ ഒരു ഗെയിം ആയിരിക്കും. ഷാരിക കെ ബി ഒരു ഹോട്ട് സീറ്റിലാണെന്ന രീതിയിൽ നമ്മൾ പുറത്തും കണ്ടിട്ടുള്ള ആ ഒരു അനാവശ്യ ചോദ്യങ്ങളൊക്കെ വന്നിരിക്കുന്ന, ഹോട്ട് സീറ്റിൽ ഇരിക്കുന്ന എന്റെ മുമ്പിൽ ഇരിക്കുന്ന ആളിനോട് അനാവശ്യമായിട്ടുള്ള കുറെ ചോദ്യങ്ങൾ, അവരെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ സംസാരങ്ങൾ, മൈത്രേനായിട്ടുള്ള ഇഷ്യൂ നമ്മൾ കണ്ടതാണ്. അപ്പൊ അദ്ദേഹമൊക്കെ നല്ല രീതിയിൽ മറുപടി കൊടുത്തു. അപ്പൊ ആ രീതിയിൽ ഒരു ഷോ എന്നും പറഞ്ഞ് നടത്തി. കലാഭവൻ സരിക PG അടുത്ത് സംസാരിച്ചു. നിങ്ങൾ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു ഹോട്ട് സീറ്റിൽ നടക്കുമ്പോഴത്തേക്കും നിങ്ങൾ എന്താണ് അവിടെ കാണിച്ചു വിട്ടത്, നിങ്ങൾ അവിടെ കിടന്ന ആണുങ്ങളുമായിട്ട് കിടന്ന് മെഴുകി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആ രീതിയിൽ അവർ അപ്പൊ ഒരു ഫണ്ണായിട്ട് എടുക്കുന്നെങ്കിൽ പിന്നീട് സരികയ്ക്ക് ഭയങ്കരമായിട്ട് അത് മനസ്സിനകത്തുനിന്ന് ഇങ്ങനെ വീണ്ടും തികട്ടി വരുന്നു നമ്മൾ പറയാം. അതുപോലെ എന്റെ ഫാമിലി, എന്റെ ഹസ്ബൻഡ് ദിലീപ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്റെ ദിലീപേട്ടൻ കാണുമ്പോൾ എന്താണ് വിചാരിക്കുന്നത് പറഞ്ഞ് ഭയങ്കര പ്രശ്നമാകുകയും ശാരികയെ നന്നായിട്ട് ഫയർ ചെയ്യും. ഒരു എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുകയും. അപ്പൊ ഇത്രയും ബോൾഡായിട്ടുള്ള ശാരിക അവിടെ നിന്ന് പതർന്ന കാഴ്ച ഞാൻ കണ്ടു. കാരണം ശാരിക എപ്പോഴും ഭയങ്കര ഒരു ലേഡി ബിഗ് ബോസ് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയും പോലെ അവിടെ നെവിൻ വിളിക്കാറുണ്ട് ലേഡി ബിഗ് ബോസ് എന്ന്. അതുപോലെ നോമിനേഷനിൽ വന്നപ്പോൾ പലരും പറഞ്ഞു ലേഡി ബിഗ് ബോസ് ആറ്റിറ്റ്യൂഡ് ഒക്കെയാണെന്നുള്ളത് ശാരിക KB അതെ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് പുള്ളിക്കാരിക്കുള്ളത്. അപ്പൊ ആ രീതിയിൽ പുള്ളിക്കാരി അങ്ങനെയാണ് സംസാരിക്കുന്നത്. വളരെ ഭയങ്കര ഞാൻ എന്തോ വലിയ സംഭവമാണ്, ഞാൻ മറ്റേടത്തെ വലിയതാണ്, ഞാൻ ഭയങ്കര ഹോട്ട് സീറ്റാണ്, മറ്റാണ് മറിച്ചാണ്. ഒരു ഒരാളുടെ ഫാമിലി മാറ്ററിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അത് സ്വന്തം ജീവിതത്തിനെ മുൻനിർത്തി സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ ഒരു ഫാമിലി ലൈഫ് ഒരു പരാജയമാണ്, അവർ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അത് മുൻനിർത്തിയിട്ട് അവരങ്ങനെയൊക്കെ സംസാരിച്ച് അതിൽ ഇങ്ങനെ ഒരു പ്രതികരണം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്ന അവർ പ്രതീക്ഷിച്ചില്ല.
അപ്പൊ ആ രീതിയിൽ നല്ല രീതിയിൽ പ്രതികരിച്ചു. സരിക ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയി കരഞ്ഞു. പിന്നീട് ശാരികയ്ക്ക് അത് മാപ്പ് പറയണം, കാത്ത് വിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ട് ഈ സരിക പറയുമ്പോഴത്തേക്കും ശാരിക പതറിപ്പോവുകയാണ്, അടി പതറിപ്പോയി ഭയങ്കരമായിട്ട് കരഞ്ഞ്. എനിക്ക് തോന്നുന്നു ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി നോമിനേഷനിൽ, അതായത് എവിക്ഷൻ ലിസ്റ്റിലോട്ട് ഫസ്റ്റ് നിൽക്കുന്ന ശാരിക കേബിയാണ്. അത് ഇവരുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡും ഈ വൃത്തികെട്ട സ്വഭാവം കൊണ്ടാണ്. ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണ്, ഒരു വൃത്തികെട്ട ഞാൻ എന്തോ സംഭവം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും നോമിനേറ്റ് ചെയ്തത് ശാരികയാണ്. പുറത്ത് ചിലപ്പോൾ എവിക്റ്റ് വരെ ആയേക്കാം അവര് എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു മാപ്പ് പറച്ചിലും അത്രയും ബോൾഡായിട്ടും സ്ട്രോങ് ആയിരുന്ന ശാരിക പൊട്ടി കരഞ്ഞ് അവരെ എല്ലാം തകർന്നു. ഞാൻ അറിയാതെയാണ് പറഞ്ഞത്, ക്യാമറയുടെ മുമ്പിൽ സരികയും കൊണ്ട് എടുത്തിട്ട് ദിലീപ് ഏട്ടാ നിങ്ങൾക്ക് ഭാഗ്യവാനാണ്, ഇത് ഒരു ജമ്മാണ്, ഇവരെ പോലെ ഒരു കുലസ്ത്രീയാണ് ഇവര്, അങ്ങനെ തന്നെ പറയും. എന്റെ ഫാമിലി ലൈഫ് ഒരു പരാജയം ആയതുകൊണ്ട് നിങ്ങളെയൊക്കെ ഇത് കാണുമ്പോഴത്തേക്ക് എനിക്കത് സന്തോഷമാണ്, നിങ്ങൾ ഇതുപോലെ കിട്ടിയത് ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സംസാരിച്ചു. ഒരു മനസ്സിൽ നിന്ന് വന്നതാണെന്ന് ഒരു സിൻസിയറിറ്റി അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞു പോയി, അങ്ങനെ പറഞ്ഞും പോയി. അപ്പൊ അതിൽ വിഷമമൊക്കെ വന്ന അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. സരികയായിട്ടുള്ള ഇഷ്യൂ അവരവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. ആത്മാർത്ഥമായിട്ട് കരച്ചിൽ അവരകത്തുണ്ടായി. അവർ കരയൊന്നുമില്ല, ഭയങ്കര ബോൾഡായി നിൽക്കുന്നതൊക്കെ നമ്മൾ വരച്ചപ്പോ അവരൊക്കെ ഇത്രയേ ഉള്ളൂ. ഇമോഷണലി ആർക്ക് വേണമെങ്കിൽ ട്രിഗർ ആയി കഴിഞ്ഞാൽ ആരായാലും കരഞ്ഞു പോകും. അങ്ങനെ ഒരു ഷോ ആണ് നടക്കുന്നത്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അവർക്ക് ഈ നോമിനേഷനിൽ അവർക്ക് അത് ഗുണം ചെയ്യും തോന്നുന്നു. കുറച്ച് കിട്ടാതിരിക്കുന്ന കുറച്ച് വോട്ടുകൾ അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ആ രീതിയിലോട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് നോമിനേഷനിൽ വന്നത് രണ ഫാത്തിമ, സരിക, ശൈത്യ. ഞാൻ എന്റെ പ്രഡിക്ഷൻ ഈ ശനിയാഴ്ച പോകുന്നത് സരിക ഓർ ശൈത്യ, അതായത് കലാഭവൻ സരിക ഓർ ശൈത്യ, ഇവർ രണ്ടുപേരിൽ ഒരാൾ ഉറപ്പായിട്ടും ഔട്ടാവും. 100% ഉറപ്പാണ്. അത് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് എന്റെ പ്രഡിക്ഷൻ, തെറ്റാറില്ല എന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ ഇതുവരെയും ഓൾമോസ്റ്റ് പ്രഡിക്റ്റ് ചെയ്ത പോലെയാണ് കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത്. അപ്പൊ അവരുടെ ഒരു പെർഫോമൻസ് കുറവാണ്. പിന്നെ ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നോമിനേഷൻ ലിസ്റ്റ് കഴിഞ്ഞ് എല്ലാവരെയും പേര് ഷാനവാസ് വന്നു, ശരത്ത് വന്നു, അക്ബർ വന്നു, ഒരുപാട് പേര് വന്നപ്പോഴത്തേക്കും അതിൽ വരാതിരുന്ന ഒരാൾ ലാസ്റ്റ് ഓക്കെ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചു എന്ന് നമ്മുടെ ബിഗ് ബോസ് പറയുന്ന സമയത്ത് അന്തം വിട്ടിരുന്ന ഒരാളുണ്ട് അവിടെ. മറ്റാരുമില്ല, നമ്മുടെ അനീഷാണ്. അനീഷ് അന്തം വിട്ടിരുന്നു. ഉടനെ നൂറ അനീഷിന്റെ മുഖത്ത് നോക്കിയിട്ട് പുള്ളി ഇല്ലേ, അതായത് പുള്ളിയാണ് ഫസ്റ്റ് വീക്കിലും സെക്കൻഡ് വീക്കിലും എല്ലാവരും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഈ അനീഷ് എന്ന് പറഞ്ഞത്. ആ അനീഷ് നോമിനേഷനിൽ വന്നില്ലെങ്കിൽ അനീഷ് സേഫ് ആണ്. യെസ്, ഓഫ് കോഴ്സ്. നോമിനേഷനിൽ വരാത്തവർ ആ വീക്ക് അവിടെ സർവൈവ് ചെയ്യും. അവർ അടുത്ത ആഴ്ച നോമിനേഷനിൽ വന്നാൽ മാത്രമേ അവരവിടെ സർവൈവ് ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ പേടിക്കേണ്ടതുള്ളൂ. അവർ പുറത്താവില്ല. വീണ്ടും ഒരാഴ്ച കൂടെ അവർക്ക് അവിടെ കിട്ടി, ഒരു എക്സ്റ്റൻഷൻ കിട്ടി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ നോമിനേഷനിൽ വന്നല്ല എന്നർത്ഥം അവർ സേഫ് ആണെന്നതിലുപരി അവരവിടെ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നാണ്. ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാരാണ് നോമിനേഷനിൽ വരുന്നത്, എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നവരാണ് നോമിനേഷനിൽ വരുന്നത്. അപ്പം ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്, അനീഷ് സ്ക്രീനിലേ ഇല്ല, അനീഷിനെ കാണാനില്ല. ആദ്യത്തെ ആഴ്ചയിൽ അത്രയും അനീഷ് പോകുന്നിടത്തെ കണ്ടന്റ് ഉള്ളായിരുന്നു എന്ന രീതി. അതുപോലെ നെക്സ്റ്റ് വീക്ക് ആയപ്പോൾ ക്യാപ്റ്റൻസി മാറി അനീഷ് കിച്ചൺ ടീമിൽ വന്നു. അവിടെയും ഒത്തിരി കോണ്ടന്റ്സും കാര്യങ്ങളും നമ്മൾ കണ്ടതാണ്. അനീഷ് കിച്ചൺ ടീമിലായിരുന്നപ്പോഴും ഒരുപാട് കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ അനീഷ് ഇല്ല. അത് ആദ്യത്തെ ഒരു 2-3 ദിവസമൊക്കെ ആയിരുന്നു, 3-4 ദിവസം. പിന്നെ ആയപ്പോ ആർക്കും അങ്ങനെ ഒരു അനീഷിനെ കാണുകയോ ആരും അനീഷിനെ കുറിച്ച് ഒന്നും സംസാരിക്കുക, അനീഷായിട്ട് പ്രശ്നം ഉണ്ടാവുകയോ എന്നല്ല. മൊത്തത്തിൽ അനീഷ് ഡൗൺ ആയ ഒരു ഫീലാണ് കാണുന്നത്. പുള്ളിയുടെ ബോഡി ലാംഗ്വേജിൽ ആ ഒരു കോൺഫിഡൻസ് കുറവൊന്നുമില്ല, പക്ഷെ പുള്ളിക്ക് ഇടപെടേണ്ട ഒരു വിഷയങ്ങളില്ല. എനിക്ക് തോന്നുന്നു ഒരു ക്യാപ്റ്റൻസി പോയതോടുകൂടി അനീഷ് ആകെപ്പാടെ ഒരു വേറൊരാളായിട്ട് മാറിയിട്ടുണ്ട്. പുള്ളിക്ക് എപ്പോഴും ഒരു പവർഫുൾ ആയിട്ട് എല്ലാവരെയും കൺട്രോൾ ചെയ്ത് നിർത്തണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യനാണ്. അപ്പൊ അത് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി കിട്ടി. അത് പുള്ളിയെ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ പുള്ളിയുടെ ഗെയിമിനെ അത് ബാധിക്കും. എന്തായാലും പഴയ അനീഷ് ആണെങ്കിൽ അവിടെ ശ്രദ്ധിക്കപ്പെടുകയുള്ളൂ എന്നുള്ളൊരു ഉറപ്പാണ്. ക്യാമറ സ്പേസ് അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ് ബിഗ് ബോസ് ഹൗസിനകത്ത്. അങ്ങനെയുള്ളവരെ മാത്രമേ അവിടെ സർവൈവ് ചെയ്യുള്ളൂ. നമുക്കറിയാം അഖിൽ മാരാറുണ്ടായിരുന്ന ആ ഒരു സീസൺ ഞാൻ ഏറ്റവും അധികം കണ്ട സീസൺ അതായിരുന്നു. ഇപ്പോഴും അതിന്റെ ഓരോരോ റീൽസ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ശോഭ വിശ്വനാഥ്, ജുനൈസ്, സെറീന, റനീഷ, റിനോഷ്, വിഷ്ണു, അനിയൻ മിഥുൻ, ഷിജു, പറയാതിരിക്കാൻ വയ്യ. എല്ലാവരും ഈ ഒരു ലാസ്റ്റ് മൂവ്മെന്റിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു അഖിൽ മാരാറിന്റെ ഒക്കെ സീസൺ എന്തുമാത്രം രസകരമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. ഓരോ പ്രാവശ്യം കാണുമ്പോഴും നമുക്ക് കണ്ടോണ്ടിരിക്കും. ഒരു സിനിമ പോലെ ഭയങ്കര ഒരു എന്റർടൈൻമെന്റ് ഷോ ആയിരുന്നു. അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള സംഭവമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ആരും ഇല്ല എന്ന് തന്നെ പറയാം. എങ്കിലും എന്താ പറയാ, കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് നമുക്ക് വീണ്ടും അങ്ങനെ പറയാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ
അനീഷ് അവിടെ ഒരു എന്തൊക്കെയോ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്ന ആളിനെ പെട്ടെന്ന് ഒരു സൈഡായി. നോമിനേഷനിൽ പോലും പറഞ്ഞു ഒരാൾ പോലും അനീഷിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഒരാളും ഒരു വോട്ട് പോലും അനീഷിന് വീണിട്ടില്ല. അതായത് അനീഷിനെ അവിടെ വേണ്ടാന്ന് വെക്കുന്നുണ്ട് ആൾക്കാർ, ശ്രദ്ധിക്കുന്നില്ല. അനീഷിന് അവരുടെ ഗെയിം പ്ലാൻ ആയിരിക്കും. മുമ്പൊക്കെ അവർ ചെയ്ത മിസ്റ്റേക്ക് എന്ന് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അവർ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്ത മിസ്റ്റേക്കാണ് അനീഷിന് ഇത്രയും സ്പെയിൻ സ്പേസ് കൊടുത്തത്. അപ്പൊ അവർ ആ തെറ്റ് ഒഴിവാക്കുന്ന രീതിയിൽ അനീഷിനെ വല്ലാണ്ട് അവോയ്ഡ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പൊ അനീഷ് അവിടെ ഒരു നനഞ്ഞ പടക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പിന്നെ രേണുസുതിക്കും നോമിനേഷൻ കിട്ടിയിട്ടില്ല. ഒരെണ്ണം എന്തോ ഒരാൾ പറഞ്ഞു ആക്റ്റീവ് അല്ല എന്നൊക്കെ. അല്ലെ ഈ ബഹുരസം ആക്റ്റീവ് അല്ല എന്ന് പറഞ്ഞ രേണുസുതി വേറെ ആരെയോ നോമിനേറ്റ് ചെയ്ത് പറഞ്ഞു ഇന്ന ആൾ ആക്റ്റീവ് അല്ല അതുകൊണ്ട് ഞാൻ നോമിനേറ്റ് ചെയ്തു. അതായത് ആളെ കുറിച്ച് ആലോചിക്കണം. രേണുസുതിയൊക്കെ നോമിനേഷനിൽ വന്നില്ല എന്നർത്ഥം രേണുസുതി അതിനകത്ത് ഒന്നുമില്ല, അതിനകത്തൊന്നുമില്ല. അത് നോമിനേഷനിൽ വരാത്ത ആൾക്കാർ അതാണ്, അവർക്ക് അവിടെ കൊടുക്കാൻ കോണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അവർക്ക് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവർ നോമിനേഷനിൽ വരാത്തത്. അതുപോലെ തന്നെ അവർ അവിടെ എത്ര കാലം സർവൈവ് ചെയ്യുന്നുള്ളത് കണ്ടറിയണം. അനീഷിന്റെ കാര്യം ഇനി നമ്മൾ പേടിക്കേണ്ടിരിക്കും. ഞാൻ 100 ദിവസം നിൽക്കും എന്ന പ്രതീക്ഷയിലാണ്. നോക്കാം, നമുക്ക് നീ ഒരു ക്യാപ്റ്റൻസി ടാസ്കോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ അനീഷൊക്കെ മുന്നോട്ട് കയറി വരുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇനി അതാണ് നമുക്ക് ഇതിലുള്ള ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഷാരിക കെബിയുടെ ഇഷ്യൂ, അതുപോലെ തന്നെ റെന ഫാത്തിമ അനാവശ്യ കാര്യങ്ങൾ ചേർന്ന് ഇടപെടുന്ന ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള റെന ഫാത്തിമ ട്രിഗർ ചെയ്ത് ഗെയിം മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ റെന ഫാത്തിമ. ഡോക്ടർ ബിന്നിയൊക്കെ കുറച്ച് സൈലന്റ്, ഒരു ഒതുങ്ങിയ മട്ടാണ്. ഒനീലൊക്കെ നോമിനേഷനിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഒനീലും കാര്യമായിട്ടോ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. നെവിൻ ആ ഒരു പുള്ളിയെ കഴിഞ്ഞ ആഴ്ചയിൽ അത്രയും എല്ലാവരും പറഞ്ഞുകൊണ്ടാണ് തോന്നുന്നു ആ ഒരു കോമഡി ട്രാക്കൊക്കെ വിട്ടിട്ട് നെവിൻ മറ്റൊരു സീരിയസ് ലെവലിലോട്ട് അപ്രോച്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഇഷ്യൂസ് ഇന്ന് അവിടെ ഉണ്ടായി, അനുമോളുമായിട്ടുണ്ടായി. അപ്പൊ അതുപോലെ പലരും ഗെയിമുകൾ മാറ്റിപ്പിടിക്കുന്ന ഒരു സമയമാണ്. അക്ബർ ശരത്ത് കോംബോ വളരെ മോശം. അവർ ഒരുമിച്ച് നിന്നിട്ട് ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവരുടെ കൂട്ടം കൂടി ആക്രമിക്കുന്ന ഒരു പരിപാടി. ശരത്തിന് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കാര്യം മാനസികമായിട്ടൊരു തളർച്ച വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഷാനവാസ് തൊട്ടൊരു ഇഷ്യൂ സംസാരങ്ങളൊക്കെ ഇന്ന് വൈകുന്നേരം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഷാനവാസിന്റെ ഗെയിം, ഷാനവാസ് ഇവര് ഗ്രൂപ്പിസം കാണിക്കുന്നതിനെ ഷാനവാസ് ശക്തമായിട്ട് എതിർക്കുന്നു. അവന്റെ കളികൾ, അവളുടെ ഗെയിമിനെ കുറിച്ചും, അതായത് നമ്മുടെ ശരത്തിന്റെ ഗെയിമിനെ കുറിച്ചൊക്കെ ഷാനവാസ് നല്ല രീതിയിൽ ട്രിഗർ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നല്ല രീതിയിൽ ട്രിഗർ ആവുന്നുണ്ട് ശരത്ത്. നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, നിങ്ങൾ എന്താണ് നിങ്ങളെ മനസ്സിൽ വെച്ചാൽ നിങ്ങൾ ചുമ്മാ എന്താ പറയുന്നത്, ഈ പറയുന്ന കാര്യങ്ങളിനെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ റൂട്ട് മാറ്റി വിടുന്ന എന്തിനാണ്, പറയുന്ന കാര്യം നേരായിട്ട് പറയുന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ ഇഷ്യൂയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ജിസേല് ഒന്ന് സൈലന്റ് ആയിട്ട് പോകുന്നതാണ് നമ്മൾ ഇന്നത്തെ ദിവസത്തെ എപ്പിസോഡിൽ കണ്ടത്. പിന്നെ നമ്മുടെ അഭിലാഷിന് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്നോ എന്തോ നല്ല രീതിയിൽ ഡൗൺ ആവുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ കണ്ടൊരു ഗുണം എന്ന് പറഞ്ഞാൽ കൺഫെഷൻ റൂമിൽ വിളിച്ചിരുത്തി ബിഗ് ബോസ് അവർക്ക് നല്ല മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. എന്ത് പറ്റി അഭിലാഷിന് എന്താണ് പ്രശ്നം, ഭാര്യയെ മിസ് ചെയ്യുന്നുണ്ടോ? അപ്പൊ മിസ് ചെയ്യുന്നുണ്ട്. അഭിലാഷ് പറയുന്നത് മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഭാര്യയുടെ മുഖം പോലും ഉറക്കെടുക്കാൻ പറ്റാത്ത രീതിയിലോട്ടും കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ വിചാരിച്ചതിനേക്കാൾ ഒത്തിരി ടഫാണ് ഈ സീസൺ എന്നൊക്കെ ഇപ്പോൾ പുറത്തുനിന്ന് കണ്ടപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഇതൊരു ഗെയിമാണെന്നും നിങ്ങൾ അതിനെ ആ രീതിയിൽ അപ്രോച്ച് ചെയ്യണം. നിങ്ങളെ ഇതിൽ വന്നത്, അതായത് നിങ്ങളെ ഓഡീഷന് വന്ന അതിൽ നിന്ന് ഒത്തിരി വ്യത്യാസമായിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. ഇവിടെ പലരും മെന്റലി ഡൗൺ ആയി പോകുന്ന ഒരു ഷോ ആണത്. അവർക്ക് പുറത്ത് അവരുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെയോ ബന്ധുക്കളെ തൊട്ടടുത്ത കുടുംബാംഗങ്ങളെ ആരെയും കാണാൻ പറ്റാണ്ട് ഈ പരസ്പരം പരിചയമില്ലാത്ത കുറച്ചാൾ ഇതിനകത്ത് വന്ന് പരിചയപ്പെടുകയും അവരുടെ സംഘർഷങ്ങൾക്കിടയിൽ പെട്ട് നിൽക്കുകയും ചെയ്യുമ്പോൾ മെന്റലി ഡൗൺ ആവാൻ പരമാവധി ഭയങ്കരമായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഈവൻ ഇത്രയും വലിയ ടോപ്പായിട്ട് സംസാരിച്ച് വിന്നറായ സീസൺ 5 വിന്നറായ അഖിൽമാരാർ പോലും ആദ്യ ദിവസങ്ങളിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരിച്ചു പോകണം മതിയാക്കുന്ന രീതിയിൽ കരഞ്ഞു നിലവിളിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അവിടുന്നാണ് അയാൾ അവിടെ സർവൈവ് ചെയ്ത് കയറിയത്. അപ്പൊ അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, മോഹൻലാൽ വന്നപ്പോഴത്തേക്കും ആ സീസണിലത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഇവിടെ നിൽക്കുന്നവർ ഇത്രയും ദിവസം ഇവിടെ സർവൈവ് ചെയ്യുന്നവർ ലൈഫിൽ എല്ലാ ഏത് പ്രതിസന്ധി വന്നാലും നേരിടും, അവർ മുന്നോട്ട് പോകും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആണ് അവർക്ക് ഈ ഒരു ഷോ വഴി കിട്ടുന്നത്. അത് സത്യമാണ്. നമ്മൾ അത്രയും ഒരു ഇതിലൊക്കെ സർവൈവ് ചെയ്യുകയാണെങ്കിൽ, എസ്പെഷ്യലി നമ്മളൊക്കെ അറിയാം, നമ്മളെല്ലാം മൊബൈൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് ഇതൊക്കെ. അപ്പൊ ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ 100 ദിവസം എടുത്ത് അത് അൾട്ടിമേറ്റ്ലി അതൊരു ജയിൽ എന്ന് വേണം നമുക്ക് പറയാം. ഈവൻ ഫുഡ് പോലും നമ്മുടെ ഇഷ്ടത്തിനല്ല. നമുക്കിപ്പം ഒന്ന് ഫുഡ് കഴിക്കാൻ നമുക്ക് പുറത്ത് പോകാം, ഹോട്ടലിൽ ഫുഡ് കഴിക്കാം, ചായ കുടിക്കാം, അങ്ങനെ എന്ത് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാം. പക്ഷെ അവിടെ അങ്ങനെയൊന്നുള്ള ഒരു ഓപ്ഷൻ പോലും ഇല്ല. എന്തിനു പറയുന്നു,
അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാന്ന് മാത്രമല്ല അവരുടെ ആവശ്യത്തിനുള്ള ഭക്ഷണം പോലും കിട്ടാത്ത ഒരു സ്ഥലമാണ് അത്. അവർക്കൊരു പറഞ്ഞ സമയത്തിന് കുറച്ച് ഭക്ഷണം കഴിക്കാം, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവർക്കൊരു എക്സ്ട്രാ, ഇപ്പൊ തന്നെ അവിടെ നെവിൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങി കഴിച്ചു എന്ന് പറഞ്ഞിട്ട് തന്നെ അവിടെ എന്തെല്ലാം ഇഷ്യൂ ഉണ്ടായി. അപ്പം അല്ലെങ്കിൽ തക്കാളി എടുത്ത് കഴിച്ചു, ജ്യൂസ് അടിച്ച് കുടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെയൊന്നും ഒരു കാര്യം പോലും ഒന്ന് വിശപ്പടക്കാൻ കഴിക്കാൻ പറ്റുന്നത്. വിശപ്പാണ് ഏറ്റവും വലുത്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സന്തോഷം വരും. അപ്പൊ അതുപോലും പറ്റാത്ത സ്ഥലത്ത് നിൽക്കുമ്പോൾ ഇറ്റ്സ് വെരി 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 ഡിഫിക്കൽട്ട്. അപ്പൊ അവിടെ നിന്നൊക്കെ സർവൈവ് ചെയ്ത് വരിക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ്. ഇപ്പൊ ആരും നിർബന്ധിച്ചാലേ ഇവരാരെയും ഷോയ്ക്ക് വിടുന്നത്, പക്ഷെ ആ ഷോയിൽ എത്തിപ്പെടുക എന്നുള്ളത് അത്രയും എഫേർട്ടുള്ള ഒരു ഷോ ഇതാണ്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടെങ്കിൽ നമ്മൾ അതിലോട്ട് പോകാം. ആ ചുമ്മാ നമുക്ക് കയറാൻ പറ്റില്ല. അതിന്റെ ഓഡീഷനും പ്രോപ്പർ കാര്യങ്ങളും നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് അതിൽ കയറാൻ പറ്റുള്ളൂ. അങ്ങനെ ശ്രമിച്ചിട്ട് വന്ന ആൾക്കാരാണ് അതിൽ കൂടുതലും. പ്രത്യേകിച്ച് നമ്മുടെ അനീഷൊക്കെ ഒരു സെലിബ്രിറ്റി ഒന്നും അല്ലാതിരുന്ന ഒരാളാണ്. അപ്പൊ അയാൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അയാൾ അതിനകത്ത് എത്തിയത്. അപ്പൊ അവരൊക്കെ ഇപ്പൊ ഒരു നനഞ്ഞ പടക്കായിട്ട് മാറുന്ന കാണുമ്പോൾ സങ്കടമുണ്ട്. വീണ്ടും ആക്റ്റീവായിട്ട് തിരിച്ചു വരും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ സംഭവ ബഹുലമായ കാര്യങ്ങൾ നടന്നത്. ഇനി പലരുടെയും പേര് പറയാൻ വിട്ടുപോകുന്നുണ്ടെങ്കിൽ അവരൊന്നും അതിനകത്ത് നമ്മൾ കാണുന്നില്ല, ആക്റ്റീവ് അല്ല എന്ന് തന്നെയാണ് അർത്ഥം. അപ്പം ആദില നൂറൊക്കെ ഒരു സേഫ് സോണിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അവരും നോമിനേഷനിൽ പെട്ടിട്ടില്ല. നോമിനേഷനിൽ പെടാതിരിക്കുമ്പോൾ നമ്മൾ അവരെ സൂക്ഷിക്കണം. അവര് ഒരിക്കൽ നോമിനേഷനിൽ വന്നില്ല അല്ലെങ്കിൽ 2 ആഴ്ച വന്നില്ലെങ്കിൽ അടുത്ത വരുന്ന സമയത്ത് അവർ പുറത്തോട്ടായിരിക്കും പോകുന്നത്. അത് നമ്മൾ പല സീസണുകളിൽ കണ്ടതാണ്. അപ്പൊ എനിവേ നമുക്ക് വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി രസകരമായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.